ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ മാം. സോ നമ്മൾ ലാസ്റ്റ് സെർച്ച് ആപ്പിന്റെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് ഓൾമോസ്റ്റ് നമ്മൾ ക്വരീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് കാർട്ടിന്റെയും കൂടെ ചെയ്യാം. സോ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തായിരുന്നത് അല്ലേ. ഗ്രിഡൊക്കെ കറക്റ്റ് ചെയ്തിരുന്നു, പേജ് നേറ്ററും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് കാർട്ടിന്റെയും കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ കാർട്ടിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സെർച്ച് ആപ്പ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ കാർട്ടിനും നമ്മൾ എന്താണ് സെപ്പറേറ്റ്ലി ഒരു ആപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ടെർമിനലിൽ പോവുക, താഴെ ക്ലിക്ക് ചെയ്യുക, Ctrl+C കൊടുക്കുക, എന്ത് കൊടുക്കുക, പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പ് സ്പേസ് എന്ത് കൊടുക്കുക, കാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, സോ എന്താണ് നമുക്ക് ഒരു ആപ്പ് അവിടെ ക്രിയേറ്റ് ആയത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് അവിടെ ക്രിയേറ്റ് ആയത് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, നമുക്ക് 2 ടേബിൾസ് ആണ് കാർട്ടിൻ്റെ ഉള്ളിൽ വേണ്ടത്. സോ ഫസ്റ്റ് വൺ കാർട്ടും അതിൻ്റെ ID ഡേറ്റ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കാർട്ട് ഐറ്റംസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ admin.py അല്ല, models.py ആണ്. ബാക്കിയുള്ള URLs തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ ബാക്കി നവബാറൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് URL കണക്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. സോ ഇവിടെ കൊമേഴ്സ് അല്ല, models.py എടുക്കുക. ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം ഫസ്റ്റ് തന്നെ. സോ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഷോപ്പ് എന്ന് പറയുന്ന ആപ്പിൻ്റെ ഉള്ളിലുള്ള മോഡൽസിലുള്ളതാണ് പ്രൊഡക്ട്സ് വരുന്നത്. സോ ഫ്രം എന്ത് കൊടുക്കുക, ഷോപ്പ് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, പ്രൊഡക്റ്റ്. നമ്മൾ ആ ഒരു ടേബിളിൻ്റെ പേര് കൊടുക്കുക, ബിക്കോസ് നമുക്കത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഏത് പ്രൊഡക്റ്റ് ആണ് കാർട്ടിലിടുന്നതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. സോ ആ ഒരു ID വെച്ചിട്ട് നമുക്ക് യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. സോ അത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ പ്രൊഡക്റ്റിന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ക്ലാസ് കാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാർട്ടിൻ്റെ ബ്രാക്കറ്റ്സിൽ കൊടുക്കുക മോഡൽസ് ഡോട്ട് മോഡൽ, ദെൻ കോളൻ, നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, cart_id ഈക്വൽസ് എന്ത് കൊടുക്കുക, മോഡൽസ് ഡോട്ട് കാർ ഫീൽഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, മാക്സ് അണ്ടർസ്കോർ ലെങ്ത് ഈക്വൽസ് 250 കോമ ബ്ലാങ്ക് ഈക്വൽസ് ട്രൂ കൊടുത്തിട്ടുണ്ട്. സോ ബ്ലാങ്ക് ആയാലും ഇഷ്യൂസ് ഇല്ല എന്നുള്ള രീതിക്ക് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ ഫീൽഡ് കാർട്ട് ID എന്ന് പറയുന്ന ID നമ്മളിപ്പോൾ ബ്ലാങ്ക് ഈക്വൽസ് ട്രൂ കൊടുത്തിട്ട് നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നാണ് ആഡ് ചെയ്തതെന്നുള്ള ഡേറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യണം. സോ ഡേറ്റ് അണ്ടർസ്കോർ ആഡഡ് കൊടുക്കുന്നുണ്ട്. ദെൻ ഡേറ്റ് ഫീൽഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓട്ടോ നൗ ആഡ് ട്രൂ കൊടുക്കുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുവാണ്, കാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അപ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റും ആഡ് ഓൺ ചെയ്ത് പൊക്കോളും. ദെൻ നമുക്ക് ഒരു മെറ്റ ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ ക്ലാസ് മെറ്റ കൊടുക്കുക, കോളൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ഏത് ഡാറ്റാബേസ് ആണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. സോ DB അണ്ടർസ്കോർ ടേബിൾ ഈക്വൽസ് നമ്മുടെ ആ ഡാറ്റാബേസ് ടേബിളിൻ്റെ പേര് കൊടുക്കുക. ഓർഡറിങ് ഡേറ്റ് ക്രിയേറ്റഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടന്റ്, ആ ഒരു ടേബിളിൽ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ് കൊടുക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, സ്ട്രിങ് കൊടുക്കുന്നുണ്ട്. ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഡെഫ് സ്പേസ് $_str__ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സെൽഫ്, ദെൻ കോളൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, റിട്ടേൺ സെൽഫ് ഡോട്ട് cart_id. ഓക്കെ, സോ കാർട്ട് ID ആണ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ള ക്ലാസ് കാർട്ട് ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള ഒരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യണം. സോ ക്ലാസ് എന്ത് കൊടുക്കുക, കാർട്ട് ഐറ്റം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ മോഡൽസ് ഡോട്ട്
മോഡൽ കോളൻ. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കാം, പ്രൊഡക്റ്റ്, കാർട്ട്, ക്വാണ്ടിറ്റി, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യണം. സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോറിൻ കീ ആണല്ലോ, ബിക്കോസ് നമുക്ക് ഓൾറെഡി എന്താണ് പ്രൊഡക്റ്റ് ടേബിൾ ഉണ്ട്. സോ പ്രൊഡക്റ്റ് ടേബിളിന്ന് നമ്മൾ എന്താണ് ഐറ്റംസിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അത് ഫോറിൻ കീ ആയിട്ടാണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എന്ത് കൊടുക്കുക, പ്രൊഡക്റ്റ് ഈക്വൽസ് എന്ത് കൊടുക്കുക, മോഡൽസ് ഡോട്ട് ഫോറിൻ കീ കൊടുക്കുക. ഫോറിൻ കീ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, പ്രൊഡക്റ്റ്, നമ്മൾ പ്രൊഡക്റ്റ് ടേബിൾ എടുക്കുക, കോമ, ദെൻ ഓൺ ഡിലീറ്റ് ഈക്വൽസ് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, മോഡൽസ് ഡോട്ട് കാസ്കേഡ് കൊടുക്കുന്നുണ്ട്. സോ മോഡൽ ഡോട്ട് കാസ്കേഡ് കൊടുത്തിട്ടുണ്ട്. സോ ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് കാർട്ട് ഐറ്റം, സോ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ കാർട്ട് ഐറ്റത്തിൽ നിന്നും ആ ഒരു പ്രൊഡക്റ്റ് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ഡിലീറ്റ് കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് എന്താണ്, കാർട്ട് വേണം. അതേപോലെ കാർട്ടും ഫോറിൻ കീ തന്നെയാണ്. കാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുകളിലത്തെ ആ ഒരു ടേബിളിലത്തെയാണ് കാർട്ട് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ക്വാണ്ടിറ്റി വേണം, എത്ര എണ്ണം എടുത്തു എന്നുള്ളൊരു കൗണ്ട് വേണം. ആക്റ്റീവ് ആണ്, നമ്മളൊരു ബൂളിയൻ ഫീൽഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഓരോ പ്രൊഡക്റ്റിനും. സോ ഇത് ആക്റ്റീവ് ആണോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അത്രയും കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ബൂളിയൻ ഫീൽഡ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ബൈ ഡിഫോൾട്ട് ട്രൂ കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു മെറ്റാ ക്ലാസും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ മെറ്റാ ക്ലാസ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസ് ആ ടേബിളിനെ കുറിച്ച്, ഏത് ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. ദെൻ അതിനുശേഷം നമുക്ക് സബ് ടോട്ടലും കൂടി കൊടുക്കണം. സബ് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് 3 എണ്ണം എടുക്കുവാണെങ്കിൽ എന്താണ്, ആ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ ക്വാണ്ടിറ്റി, അങ്ങനെയല്ലേ നമ്മൾ പ്രൈസ് കണ്ടുപിടിക്കുക. സോ പ്രൊഡക്റ്റ് പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ ക്വാണ്ടിറ്റി റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ് ടോട്ടൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, സെൽഫ് ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നെയിം ആണെങ്കിൽ ഡോട്ട് നെയിമും കൂടി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഡാറ്റാബേസിൽ ടേബിൾസിൽ, അതായത് മോഡൽസിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി ആ ചേഞ്ചസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടോട്ടൽ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കാം. 2 ടേബിൾസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം കാർട്ട് ഐ ഡിയും അതേപോലെ തന്നെ ഏത് ഡേറ്റ് ആണ് ആഡ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ കാർട്ട് ഐറ്റംസ് ഉണ്ട്, പ്രൊഡക്റ്റ്, കാർട്ട്, ക്വാണ്ടിറ്റി, ആക്റ്റീവ്. ഇതാണ് 4 ഫീൽഡ്സ് ആ ഒരു ടേബിളിൽ വരുന്നത്. ദെൻ സബ് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. പ്രൊഡക്റ്റ്, അതായത് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ ക്വാണ്ടിറ്റി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ എന്താണ്, ആ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനും നമ്മൾ പറയുന്നുണ്ട്. ഹലോ, പിന്നെ ഗിറ്റ്ഹബിന്റെ ഐഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഗ്രൂപ്പിൽ ഇട്ടതായിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ എന്റെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐഡി. ഗിറ്റ്ഹബിന്റെ ഐഡി നിങ്ങളുടെ ബാച്ചിൽ ഒരാളുടെ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. സോ ഇതിപ്പോ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തന്നെ ഞാൻ ആഡ് ചെയ്തേക്കാം. ഈ പ്രൊജക്റ്റിന്റെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സോ ക്ലാസ് ചെയ്യുമ്പോഴും ഞാനത് ആഡ് ചെയ്തോളാം. നാളത്തേക്ക് തന്നെ ബ്ലൗട്ടോ. ഓക്കെ. ദെൻ നമുക്ക് മൈഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. സോ പൈത്തൺ manage.py make migrations. സോ നോട്ട് ഡിറ്റക്ടർ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ബിക്കോസ് നമ്മൾ ആപ്പ് പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. കാർട്ട് എന്ന് പറയുന്നത് പുതിയ ആപ്പ് അല്ല, അതുകൊണ്ടാണ് നോ ചേഞ്ച് ഡിറ്റക്ടർ എന്ന് പറഞ്ഞു വരുന്നത്. സോ പ്രൊജക്റ്റിന്റെ settings.py പോവുക. ഇവിടെ ആപ്പിന്റെ നെയിം ആഡ് ഓൺ ചെയ്യുക. കാർട്ട് ഹോം ഇടാൻ മറക്കരുത്. സോ ഇവിടെ settings.py ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൊജക്റ്റിന്റെ urls.py ഓൾറെഡി ഓപ്പൺ ആണല്ലോ. ഇവിടെ നമ്മൾ പാത്ത് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. ആഡ് ചെയ്യാം പാത്ത്, കാർട്ട് ഇൻക്ലൂഡ് cart.urls പാത്ത് കൊടുക്കുക. ദെൻ അതിന് ശേഷം ഒന്നും കൂടി എന്ത് ചെയ്യുക, മൈഗ്രേഷൻസ് കൊടുത്താൽ മതി. നമ്മൾ ഈ പ്രൊജക്റ്റിന് URLs ആഡ് ചെയ്തിട്ടില്ല അല്ലേ, കാർട്ടിൽ URLs ഇല്ലല്ലോ. പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക.
urls.py. ഓക്കെ, എന്ത് ചെയ്യാം, ഒരു കൊറീസ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കാം. കോപ്പി ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്യാം. then ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്യാം. നമുക്ക് പാത്ത് മാത്രം മതി. പാത്ത് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ കോമ, നമ്മുടെ പാത്ത് കൊടുക്കുക, എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കുക. ഒരു ഫംഗ്ഷൻ്റെ പേര്, നമ്മൾ ഫംഗ്ഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ, തൽക്കാലം ഇത് കൊടുക്കുന്നുണ്ട്. വ്യൂസ് ഡോട്ട് ഫൺ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. then അതിനുശേഷം സ്പേസ് കൊടുക്കുക, നെയിം ഈക്വൽസ് ഫൺ കൊടുക്കുക, then അത് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ URLs കൊടുത്തിരിക്കുന്നത്. views.py നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഇങ്ങോട്ട് പോവുക, views.py പോവുക, ഡെഫ് എന്ത് കൊടുക്കുക, ഫൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡമ്മി ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. റിക്വസ്റ്റ് ആൻഡ് കോളൻ, നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, പ്രൊഡക്റ്റ് പേജ് റിട്ടേൺ ചെയ്യുന്ന രീതിക്ക് കൊടുക്കാം. സോ തൽക്കാലം റിട്ടേൺ 2 ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് കോമ സിംഗിൾ കോട്ട്സിൽ പ്രൊഡക്റ്റ് ഡോട്ട് HTML കൊടുക്കുക. ഇപ്പോൾ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. സോ റിക്വസ്റ്റ് ചെയ്തിട്ട് കോമയുണ്ട്, സിൻടാക്സ് കറക്റ്റ് ആയിട്ടുണ്ട്. തന്നെ URLസിൽ പോവുക, വ്യൂസിനെ ഇമ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഇഷ്യൂ ആണ്. സോ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യാം. സെർച്ച് ആപ്പ് അല്ല, നമ്മുടെ വ്യൂസ് ആണ്. സോ ഫ്രം കാർട്ട് ഇമ്പോർട്ട് വ്യൂസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡോട്ട് യൂസ് ചെയ്താലും മതി കേട്ടോ. ദെൻ എന്ത് ചെയ്യുക, ഒന്നും കൂടി മേക്ക് മൈഗ്രേഷൻസ് ഇവിടെ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ 2 മോഡൽസ് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ദെൻ മൈഗ്രേഷൻസ് ചെക്ക് ചെയ്ത് നോക്കുക കാർട്ടിൻ്റെ. നമുക്ക് അവിടെ ചേഞ്ചസ് വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. സോ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണം. സോ അതും കൂടി ചെയ്ത് വെക്കാം. പൈത്തൺ manage.py മൈഗ്രേറ്റ് കൊടുത്തിട്ടുണ്ട്, എൻ്റർ അടിക്കുക. എല്ലാ മൈഗ്രേഷൻസും ഇംപ്ലിമെൻ്റ് ആയത് നമുക്ക് കാണാൻ പറ്റും. ദെൻ റൺ ചെയ്യുക. URL ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, /കാർട്ട് കൊടുക്കുന്നുണ്ട്. കാർട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. കാർട്ട് എന്ന് പറയുന്ന URL നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ലിങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. സോ അതൊക്കെ നമുക്ക് ചെയ്യണം. സോ അതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ വ്യൂസിക്ക് പോവാം. പക്ഷെ ഡമ്മി ആയിട്ട് ചെയ്തതാണ് ഫൺ എന്ന് പറഞ്ഞിട്ട്, പ്രൊഡക്റ്റ് പേജ് റിട്ടേൺ ചെയ്യുന്ന രീതിക്ക്. പിന്നെ അതിൻ്റെ URL വരുന്നത് URL പാറ്റേൺസ് ഫൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആപ്പ് നെയിം കൊടുക്കുക. ആപ്പ് നെയിം ഈക്വൽസ് കൊടുക്കുക, കാർട്ട് നെയിം കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫൺ എന്നുള്ളത് മാറ്റാം. നമുക്ക് നമ്മുടെ ആ ഒരു മോഡൽസിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ബിക്കോസ് കാർട്ട് ID നമുക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്യാത്ത യൂസർ ആണെങ്കിൽ നമുക്ക് സെഷൻ യൂസ് ചെയ്യേണ്ടി വരും. ലോഗിൻ ചെയ്ത യൂസർ ആണെങ്കിൽ ആ ഒരു ID വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പുതിയൊരു യൂസർ ആണെങ്കിൽ ക്രിയേറ്റ് യൂസർ ID എന്ന് പറയുന്ന ആ ഒരു സെഷൻ നമുക്ക് കൊടുക്കണം. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. സോ views.py പോവുക. സോ ഫൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ നമ്മൾ ഡമ്മി കൊടുത്തായിരുന്നു. ഓക്കെ, ഫൈൻ.
സോ ഇത്രയും ക്വറീസ് ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് മുമ്പ് നമുക്ക് ഓക്കെ ഡെഫ് കൊടുക്കുക സിംഗിൾ അണ്ടർസ്കോർ കാർട്ട് ഐ ഡി എന്നാണ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ. സിംഗിൾ അണ്ടർസ്കോർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഒക്കെ പഠിച്ചപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം, പബ്ലിക് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ഒരു ഇതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ദെൻ കാർട്ട് ഐ ഡി കൊടുത്തിട്ടുണ്ട്. ദെൻ കാർട്ട് ഈക്വൽസ് കൊടുക്കുക റിക്വസ്റ്റ് ഡോട്ട് സെഷൻ കീ കൊടുത്തിട്ടുണ്ട്. ദെൻ കാർട്ട് ഇല്ലെങ്കിൽ എന്താണ് പുതിയൊരു സെഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കാർട്ട് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ ആഡ് കാർട്ട് ആണ്. സോ ഡെഫ് സ്പേസ് കൊടുക്കുക ആഡ് കാർട്ട് കൊടുക്കുക, ബ്രാക്കറ്റ്സിൽ പ്രൊഡക്റ്റ് ഐ ഡിയും കൂടി പാസ് ചെയ്യണം. സോ റിക്വസ്റ്റ് കോമ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഐ ഡി, ദെൻ അതിന് ശേഷം കോളം കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക പ്രൊഡക്റ്റ്, നമ്മൾ പ്രൊഡക്റ്റ് ടേബിളിന്ന് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. സോ പ്രൊഡക്റ്റ് ഈക്വൽസ് പ്രൊഡക്റ്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് കൊടുക്കുക ഗെറ്റ് കൊടുക്കുക, ബ്രാക്കറ്റിൽ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ വരും, സ്വാഭാവികമാണ്, നമുക്കത് ക്ലിയർ ചെയ്യണം. ഐ ഡി ഈക്വൽ എന്ത് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ് ഐ ഡി കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ എറർ ക്ലിയർ ചെയ്യാം. സോ ക്ലിക്ക് ചെയ്യാം, പ്രൊഡക്റ്റ് കൊടുക്കുക. സോ ആ ഒരു എറർ നമുക്ക് അവിടെ പോകും. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ മോഡലിൽ നിന്ന് കറന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മോഡലിൽ നിന്ന് കാട്ടും, അതേപോലെ തന്നെ എന്താണ് കാർട്ട് ഐറ്റംസും വേണം. സോ അതും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുവാണ്. ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് കാർട്ട്, അതേപോലെ തന്നെ കാർട്ട് ഐറ്റം നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആയിട്ട് ആഡ് കാർട്ട് നമ്മൾ കൊടുത്തതല്ല. സോ ആഡ് കാർട്ടിൽ ഒരു ട്രൈ എക്സെപ്ഷൻ ബ്ലോക്കും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സപ്പോസ് എക്സെപ്ഷണൽ കേസ് വരുവാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് ലൈനിൽ ട്രൈ കൊടുക്കുന്നുണ്ട്. ട്രൈ കോളൻ എന്ത് കൊടുക്കുക കാർട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് കാർട്ട് ഐ ഡി കൊടുക്കുന്നുണ്ട്. സോ സെഷൻ കീ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ട്രൈ ഉണ്ടെങ്കിൽ എക്സെപ്റ്റ് മസ്റ്റ് ആയിട്ടും കൊടുക്കണം. അതിൽ എക്സെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന കാർട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സെപ്ഷൻ ആണ്. സോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇല്ലെങ്കിൽ എന്താണ് പുതിയൊരു കാർട്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ദെൻ അത് സേവ് ചെയ്യാൻ വേണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വറിയാണ് കാർട്ട് ഡോട്ട് സേവ് എന്ന് പറയുന്ന ക്വറിയാണ് നമ്മൾ കാർട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻറ്റൻറ്റേഷൻ ഇഷ്യൂസ് ഒക്കെ ഇവിടെ URL നമുക്ക് ക്ലിയർ ചെയ്യാം. ദെൻ സേവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ട്രൈ അക്സെപ്റ്റും കൂടി നമുക്ക് കൊടുക്കാനുണ്ട്. കാർട്ട് ഐറ്റം കൂടി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണമല്ലോ. സോ ഒരു ട്രൈ കൊടുക്കുക കോളൻ ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കാർട്ട് ഐറ്റം, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി, ദെൻ അത് സേവ് ചെയ്യാനുള്ളതും കൊടുക്കണം. സോ കാർട്ട് അണ്ടർസ്കോർ ഐറ്റം ഈക്വൽസ് ഇത് കൊടുക്കുക കാർട്ട് ഐറ്റം ഡോട്ട് എന്ത് കൊടുക്കുക ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് കൊടുക്കുക, പ്രൊഡക്റ്റ് ഈക്വൽസ് പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ കാർട്ട് ഈക്വൽസ് കാർട്ട് കൊടുക്കുക. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ നമ്മൾ ക്വാണ്ടിറ്റി ആണ് ഐറ്റം ആഡ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഒരു പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നല്ലോ. സോ ക്വാണ്ടിറ്റി പ്ലസ് ഈക്വൽസ് 1 ആണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ട് ഐറ്റം ഡോട്ട് സേവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് കൊടുക്കുക എക്സെപ്റ്റ് കൊടുക്കുക. കാർട്ട് ഐറ്റം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളതും കൂടി നമുക്ക് ആഡ് ചെയ്യണം. സോ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കറന്റ്ലി വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി 1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ദെൻ പ്രൊഡക്റ്റ് കാർട്ട് സെയിം തന്നെ ആ വേരിയബിൾസ് ചെയ്യാൻ കൊടുക്കുകയാണ്. ദെൻ കാർട്ട് ഐറ്റം ഡോട്ട് സേവ് എന്ന് പറയുന്ന ആ ഒരു ക്വറി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി റീഡയറക്റ്റ് ചെയ്യണം അല്ലേ, അതായത് നമ്മളിവിടെ റിട്ടേൺ റെൻഡർ അല്ല കൊടുക്കുന്നത്, റിട്ടേൺ റീഡയറക്റ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ റിട്ടേൺ എന്ത് കൊടുക്കുക റീഡയറക്റ്റ് ആണ് കൊടുക്കുന്നത്, റെൻഡർ അല്ല, അത് ശ്രദ്ധിക്കണം. ദെൻ അതിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. കാർട്ടിൽ തന്നെ കാർട്ട് ആപ്പിൻ്റെ നെയിമിൽ എന്ത് കൊടുക്കുക കാർട്ട് അണ്ടർസ്കോർ ഡീറ്റെയിൽ, കാർട്ട് ഡീറ്റെയിൽ എന്ന് പറയുന്ന ആ ഒരു പാത്തിലാണ്. സോ
റീഡയറക്റ്റ് ആണ് നമ്മൾ ഇമ്പോർട്ടിന് റീഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലേ. സോ ക്ലിക്ക് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിക്ക് പോവുക, അവിടെ റെൻഡർ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോമയുടെ റീഡയറക്റ്റ് കൊടുക്കുക. സോ റീഡയറക്റ്റിൻ്റെ അവിടെ എറർ പോയിട്ടുണ്ടാവും. സോ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി കാർഡ് ഡീറ്റെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്കിത് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനാണ് കാർഡ് ഡീറ്റെയിൽ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ലൈനിൽ ഡെഫ് എന്ത് കൊടുക്കുക, കാർഡ് അണ്ടർസ്കോർ ഡീറ്റെയിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, റിക്വസ്റ്റ് കോമ ടോട്ടൽ നമ്മൾ ബൈ ഡിഫോൾട്ട് 0 കൊടുക്കുന്നുണ്ട്. അതേപോലെ കൗണ്ടർ കാർട്ട് ഐറ്റംസ് ഒക്കെ നമ്മൾ ബൈ ഡിഫോൾട്ട് 0 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ബിക്കോസ് എവിടെ വേണമെങ്കിലും എക്സെപ്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ട്രൈ ബ്ലോക്ക് കൊടുക്കുന്നുണ്ട്. ട്രൈ കോളൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, കാർട്ട് ഈക്വൽസ് കാർട്ട് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് കാർട്ട് ഐ ഡി പാസ് ചെയ്യണം. ദെൻ റിക്വസ്റ്റ് ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ കാർട്ട് ഐ ഡി ഗെറ്റ് റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ കാർട്ട് ഐറ്റം വേണം. ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം അല്ലേ. സോ കാർട്ടിലുണ്ടോ ആക്റ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, കാർട്ട് ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മളൊരു ഫോർ ലൂപ്പും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ബിക്കോസ് അതിൻ്റെ കൗണ്ടർ എത്രയാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഐറ്ററേറ്റ് ചെയ്തെടുക്കാൻ അല്ലേ. ടോട്ടൽ കൗണ്ട് നമുക്ക് അവിടെ വേണം, എത്ര ഐറ്റം ഉണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ എത്രയാണെന്നൊക്കെ നമുക്ക് അവിടെ അറിയണം. സോ നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഐറ്ററേറ്റ് ചെയ്തെടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ട്രൈ കൊടുത്തതിൻ്റെ എക്സെപ്റ്റും കൂടി കൊടുക്കുക. ഒബ്ജക്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. സോ എക്സെപ്റ്റ് സ്പേസ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന എക്സെപ്ഷൻ ആണ് വരുന്നത്. പിന്നെ ഓക്കെ അവിടെ വരും, ക്ലിക്ക് ചെയ്യുക. Object does not exist. Okay. എക്സെപ്ഷണൽ കേസ് നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുവാണ്. സോ കാർട്ട് ഡോട്ട് ഓക്കെ ഒബ്ജക്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് കൊടുക്കുക, പാസ് കൊടുക്കുക. ഓക്കെ ഓക്കെ ഇവിടെ വ്യൂസിൻ്റെ അവിടെ എറർ വരുന്നത്. ഓക്കെ നമ്മൾ ആ പാത്ത് കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഒബ്ജക്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ കാർഡ് ഡീറ്റെയിൽ ആണ് നമ്മളിപ്പോൾ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ക്വാണ്ടിറ്റി പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി എന്നുള്ള ആ ഒരു ഇക്വേഷനും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ റെൻഡർ ആണ്. സോ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക, റിട്ടേൺ നമുക്ക് കാർഡ് ഡോട്ട് HTML എന്ന് പറയുന്ന ഫയലാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. സോ റിട്ടേൺ റെൻഡർ ആണ് കൊടുക്കുന്നത്. ദെൻ റിക്വസ്റ്റ് കോമ കാർഡ് ഡോട്ട് HTML. ദെൻ ഡിക്ഷണറി ഫോമാറ്റിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കാർട്ട് ഐറ്റംസ് കൊടുക്കുന്നത്. കാർട്ട് ഐറ്റംസ് ഈക്വൽസ് കാർട്ട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോട്ടൽ ഈക്വൽസ് ആ വേരിയബിൾ തന്നെ അസൈൻ ചെയ്യുന്നുണ്ട്. കൗണ്ടറും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ സോ ഇവിടെ നമ്മളിപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് കാർഡ് ഡോട്ട് HTML എന്ന് പറയുന്ന ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ബാക്ക് ടു നമ്മുടെ ടെംപ്ലേറ്റ്സിലേക്ക് പോവുക. സോ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, card.html. ഓക്കെ
സോ സോ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. നമ്മുടെ സെർച്ച് ആപ്പ് അല്ല, search.html ബിഗിനിങ് ക്വറീസ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം അൺടിൽ ആ ഒരു ടൈറ്റിൽ വരെ, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുന്ന വരെയുള്ള പോർഷൻ നമുക്ക് അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യാം. സോ ഏറ്റവും ടോപ്പിൽ എക്സ്റ്റൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ലോഡ് സ്റ്റാറ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. പേജ് ചേഞ്ച് ആവുണ്ടെന്ന് നമുക്കറിയണ്ടേ. സോ ദിസ് ഈസ് ദ കാർഡ് പേജ്. Proceed to review your items. Proceed to review your items and place the order. Okay, so text content meta description ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് നമ്മുടെ ടൈറ്റിലാണ് കൊടുക്കേണ്ടത് അല്ലേ. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഓൺലൈൻ സ്റ്റോറീസ് സൊല്യൂഷൻസ് എന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, സോ കാർട്ട് ഓൺലൈൻ സ്റ്റോർ ഈസി സൊല്യൂഷൻസ്. ഓക്കെ, നമ്മൾ ആ ഒരു ആപ്പിൻ്റെ നെയിം തന്നെ നമ്മൾ അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ടൈറ്റിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് കണ്ടന്റ് ആണ് ആഡ് ഓൺ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, കർലി ബ്രാക്കറ്റ്സ്. വ്യൂസിൻ്റെ എറേഴ്സ് താഴെ നല്ലോണം കാണിക്കുന്നുണ്ട് അല്ലേ. ഫൺ മാറ്റിയിട്ട് ഉണ്ടാക്കാം. കാർഡ് ഡീറ്റെയിൽ തൽക്കാലം കൊടുക്കുന്നുണ്ട്. കാർഡ് ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ താഴെ ആറ് കാണിക്കുന്നത് നമുക്ക് നിർത്താൻ പറ്റും. സോ card.htmlലേക്ക് പോവുക, കർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ ഇത് കൊടുക്കുക, ബ്ലോക്ക് കണ്ടന്റ് കൊടുക്കുക. സോ ബ്ലോക്ക് കണ്ടന്റ്. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഇഫ് കണ്ടീഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ കാർട്ട് എം ടി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നല്ലോ. സോ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ കർലി ബ്രാക്കറ്റ്സ് ഒരു ടാപ്പ് സ്പേസ് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. സോ കർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിളിൽ എന്ത് കൊടുക്കുക, ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് നോട്ട് കാർട്ട് അണ്ടർസ്കോർ ഐറ്റംസ്, കാർട്ട് ഐറ്റംസ് ഇല്ലെങ്കിൽ, നോട്ടല്ലേ, ഇല്ലെങ്കിൽ, കാർട്ട് ഐറ്റം ഇല്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നുള്ളതാണ് വരുന്നത്. സോ ഡിവ് ടാഗ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ഡിവ് ടാഗും കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ക്ലാസ് ആഡ് ഓൺ ചെയ്യാം. ഡിവ് ടാഗിൻ്റെ ഉള്ളിൽ ക്ലാസ് ഈക്വൽസ് ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുന്നുണ്ട്. സെൻട്രലായിട്ട് തന്നെ കണ്ടന്റ് വരാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. തന്നെ ഒരു BR ടാഗ് കൊടുക്കുന്നുണ്ട്. H1 ടാഗ് കൊടുക്കുന്നുണ്ട്. H1ൻ്റെ സ്റ്റൈലാണ് കേട്ടോ. സോ ക്ലാസ് ഈക്വൽസ് ഇത് കൊടുക്കുക, ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുക, സ്പേസ് മൈ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. സപ്പോസ് സ്റ്റൈലിങ് ഈ മൈ ടൈറ്റിൽ എന്നുള്ളതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു CSS ഫയലിൽ ആഡ് ഓൺ ചെയ്താലും മതി കേട്ടോ. സോ നമുക്ക് ഇതിൻ്റെ കണ്ടന്റും കൂടി കൊടുക്കാം. യുവർ ഷോപ്പിംഗ് കാർട്ട് ഇസ് എംപ്റ്റി. യുവർ ഷോപ്പിംഗ് കാർട്ട് ഇസ് എംപ്റ്റി എന്ന് പറഞ്ഞു കൊടുക്കുക.
ഓക്കെ, ആ ഒരു H1 ടാഗാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു BR ടാഗും കൂടി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ഒരു P ടാഗ്, ഒരു പാരഗ്രാഫ് കണ്ടന്റ് നമുക്ക് കൊടുക്കാം. P ടാഗിന് ഒരു ക്ലാസ് കൂടി ആഡ് ചെയ്യാം. ക്ലാസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുന്നുണ്ട് സ്റ്റൈലായിട്ട്. സോ ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാരഗ്രാഫ് കണ്ടന്റ് ആണ്. പ്ലീസ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. HRFിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോപ്പിൽ, അതായത് എല്ലാ പ്രൊഡക്ട്സും ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, സോ അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കേളി ബ്രാക്കറ്റ്സ് %സിമ്പിൾ ഇങ്ങോട്ട് കൊടുക്കുക, URL കൊടുക്കുക, സ്പേസ് സിംഗിൾ കോട്ട്സിൽ ഷോപ്പ് കോളൻ ഓൾ കാറ്റ് കൊടുക്കുക. ദെൻ അതിന് ശേഷം ടാഗിന് കണ്ടന്റ് കൊടുക്കണ്ടേ, ഹിയർ എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം സ്പേസ് ഇടാം, ടു കണ്ടിന്യൂ ഷോപ്പിംഗ്. ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പി കണ്ടന്റിൽ ഹിയർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ള രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ആ പി ടാഗ് ക്ലോസ് അല്ലേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. പി ടാഗ് ക്ലോസ്ഡ് ആണ്, ഡിവ് ടാഗ് രണ്ടും ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് ആ ഒരു ഇഫിന് ഒരു എൽസ് കണ്ടീഷനും കൂടി കൊടുക്കാം. ടോപ്പിക്ക് പോവാം, ഡിവ് കഴിഞ്ഞിട്ട് എൽസ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. സോ എൽസ് കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 2 ഡിവ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാം. സോ ഡിവ് കൊടുക്കുന്നുണ്ട്, ഒരു ഡിവും കൂടി കൊടുക്കുക. സോ ഡിവിനൊരു ക്ലാസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, ക്ലാസ് ഈക്വൽസ് കൊടുക്കുക, ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കണം, ടെക്സ്റ്റ് ഹൈഫൻ സെൻറ്റർ. ഓക്കെ, ദെൻ അതിന് ശേഷം ഒരു BR ടാഗ് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ H1 ടാഗ് ആഡ് ചെയ്യാം. H1 ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലാസ് കൊടുക്കാം, ക്ലാസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ടെക്സ്റ്റ് സെൻറ്ററിന് കൊടുക്കാം. ടെക്സ്റ്റ് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൈ ടൈറ്റിൽ ഹൈഫൺ ആണോ അണ്ടർസ്കോർ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ കണ്ടന്റ് കൊടുക്കുക, എന്ത് കൊടുക്കുക, യുവർ ഷോപ്പിംഗ് കാർട്ട്. സോ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കുക. ദെൻ H1 ടാഗിന് ശേഷം BR ടാഗ് യൂസ് ചെയ്യുക. സോ ഡിവ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ഡിവും കൂടി ഓപ്പൺ ചെയ്യുക. ദെൻ ആ ഡിവ് ടാഗിന് നമുക്ക് ക്ലാസ് ആഡ് ചെയ്യാം. സോ ക്ലാസ് ഈക്വൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്ലാസ് കൊടുക്കുക. ഞാൻ MX ഓട്ടോ ആണ് കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഒരു ഡിവും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. സോ ഡിവ് ഓക്കെ, ദെൻ ഇതിന് ക്ലാസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. സോ ക്ലാസ് ഈക്വൽസ് കോൾ 12 കോൾ SM-12 കോൾ MD-12 കൊടുക്കുന്നുണ്ട്, കോൾ LG-6 കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ് ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഒരു ടെക്സ്റ്റ് സെൻറ്ററും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് ഞാൻ ഡിവിന് ക്ലാസ് നെയിമായിട്ട് കൊടുക്കുന്നത്. സോ ഇത്രയും ക്ലാസ്സുകൾ അവിടെ വരണം. നമ്മളൊരു ടേബിൾ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ടേബിൾ ടാഗിന് ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. സോ ക്ലാസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ടേബിൾ മൈ കസ്റ്റം ടേബിൾ കൊടുക്കുക. ടേബിൾ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മൈ കസ്റ്റം ടേബിൾ എന്ന് പറയുന്ന നെയിം നമുക്ക് CSS കോപ്പി പേസ്റ്റ് ചെയ്യണം, ബിക്കോസ് ഇതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ CSS സ്റ്റാറ്റിക് നിന്ന് CSS
custom.css ഓപ്പൺ ചെയ്യുക. ദെൻ ആ ഒരു നെയിം പേസ്റ്റ് ചെയ്യുക. ഓക്കെ, മൈ ടൈറ്റിൽ അണ്ടർസ്കോർ ആണ് കേട്ടോ. സോ അതെവിടെയാണ് മിസ്റ്റേക്ക്ലി കൊടുത്തേക്കുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഇതിൻ്റെ സ്റ്റൈലിങ് കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റം ടെറിനുള്ളിൽ മിനിമം വിഡ്ത്ത് കൊടുക്കുകയാണ്. സോ മിൻ അണ്ടർസ്കോർ വിഡ്ത്ത് ഇതിലിപ്പോൾ ഒരു 400 കൊടുക്കുന്നുണ്ട്. ഓക്കെ, മിനിമം വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ഫോണ്ട് സൈസും കൂടി ആഡ് ഓൺ ചെയ്യും. സോ ഫോണ്ട് സൈസ് കൊടുക്കുന്നുണ്ട്. 14 പിക്സലാണ് കൊടുക്കുന്നത്. ഇത്രയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ആ ടേബിളിൻ്റെ ഉള്ളിലേക്ക് പോവുക. card.html ഇവിടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടേബിളിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ചെയ്യാം. സോ ടി ഹെഡ് ടാഗ് കൊടുക്കുന്നുണ്ട്. ടി ഹെഡിൻ്റെ ഉള്ളിൽ ടി ഹെഡിന് നമ്മൾ ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ മൈ കസ്റ്റം ടി ഹെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സോ അത് നമുക്കിനി ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഒരു ടി ആർ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആ ടി ആർ ടാഗ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് മൈ കസ്റ്റം ടി ഹെഡ് കോപ്പി ചെയ്യാം. custom.css പോവുക, പേസ്റ്റ് ചെയ്യുക, curly brackets നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക. ഡോട്ട് ആഡ് ചെയ്തിട്ടില്ല, അതാണ് ഇഷ്യൂ വന്നത്. ഐഡിയും ക്ലാസ് ആണെങ്കിൽ ഡോട്ട് കൊടുക്കണമല്ലോ. ഐ ഡി ആണെങ്കിൽ ഹാഷും കൊടുക്കണം. സോ അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. ദെൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ടന്റ് കൊടുക്കാം. സോ കസ്റ്റം ഹെഡിൽ ഞാൻ ഫോണ്ട് വെയിറ്റ് കൊടുക്കുന്നുണ്ട്. ഫോണ്ട് വെയിറ്റ് നോർമൽ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ അതേപോലെ ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൊടുക്കുന്നുണ്ട്. അപ്പർ കേസ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ലെറ്റർ സ്പേസിങ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. ലെറ്റർ സ്പേസിങ് 0.2 em തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ മാനുവലി ആ ഹെക്സ് വാല്യൂസ് ഞാൻ കൊടുക്കുവാണ്. F8 FA ഒരു ലൈറ്റ് വൈറ്റ് എന്നുള്ള രീതിക്ക് ഞാൻ കൊടുക്കുവാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ബാക്ക് ടു നമ്മുടെ card.html പോവുക. ഇനി നമുക്കിവിടെ ടേബിൾ ഡ്രോയിൻ്റെ ഉള്ളിൽ എന്താണ് ബാക്കി കണ്ടന്റ് കൊടുക്കണ്ടേ. സോ ഇതിൻ്റെ ഉള്ളിൽ TH ടാഗ് കൊടുക്കുന്നുണ്ട്. TH ടാഗിൻ്റെ ഉള്ളിൽ TH കോൾ സ്പാൻ കൊടുക്കുന്നുണ്ട്. സോ കോൾ സ്പാൻ ഈക്വൽസ് ഞാനൊരു 5 കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റിൽ യുവർ ഐറ്റംസ്. ഓക്കെ, ടേബിൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ബോഡി കൊടുക്കണം. ടേബിളിൻ്റെ ഹെഡർ മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ബോഡി സ്റ്റൈൽ ചെയ്ത് ആഡ് ഓൺ ചെയ്യണം. നോക്കാം. ടീ ഹെഡ് കൊടുത്തു, ക്ലോസ് ചെയ്തിരുന്നു. ടീ ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ടീ ബോഡി ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. curly brackets percentage symbol എന്ത് ചെയ്യുക, കാർട്ട് ഐറ്റംസിനെ ഹൈഡ്രേറ്റ് ചെയ്തെടുക്കണം അല്ലേ. സോ 4 ഐറ്റമാണ് ഹൈഡ്രേറ്റിംഗ് വേരിയബിൾ ആയിട്ട്, അല്ലെങ്കിൽ കാർട്ട് ഐറ്റം വേണമെങ്കിൽ കാർട്ട് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. കാർട്ട് ഐറ്റം ഇൻ കാർട്ട് അണ്ടർസ്കോർ കൊടുക്കുക, ഐറ്റംസ് കൊടുക്കുക. സോ കാർട്ട് ഐറ്റംസ് അനുസരിച്ചിട്ട് അവിടെ ഹൈഡ്രേറ്റ് ചെയ്ത് വരണം. സോ
ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ആ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരണം എന്നുള്ളത് നമുക്ക് കൊടുക്കണം. ഒരു TR ടാഗ് വേണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു TD ടാഗ് വേണം, TDൻ്റെ ഉള്ളിൽ ഒരു ആങ്കർ ടാഗ് കൊടുക്കുന്നുണ്ട്, HREFൻ്റെ ഉള്ളിൽ കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ ആബ്സല്യൂട്ട് URL കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോ. ആബ്സല്യൂട്ട് അണ്ടർസ്കോർ URL കൊടുത്തിട്ടുണ്ട്. ആങ്കർ ടാഗിൻ്റെ ഉള്ളിൽ href ആയിട്ട്. ദെൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഇമേജും കൂടി കൊടുക്കണം. IMG ടാഗ് കൊടുക്കുക. SRCൻ്റെ ഉള്ളിൽ ഡബിൾ കർലി ബ്രാക്കറ്റ്സിൽ എന്താണ് കാർട്ട് ഐറ്റം വേരിയബിൾ ആയിട്ടുള്ള കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് കൊടുക്കുക, ഇമേജ് ഡോട്ട് URL കൊടുക്കുക. സോ ഒരു ഇമേജ് ആയിരിക്കും അവിടെ വരുന്നത്. ഓൾട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷണലാണ്. ദെൻ ഇമേജിന് ക്ലാസ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്ലോട്ട് ലെഫ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ റൗണ്ടഡ് ആയിരിക്കണം. റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ കസ്റ്റം ഇമേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇമേജാണ് നമ്മുടെ ഹൈപ്പർ ലിങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ ആ ഒരു TD ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് TD ടാഗ്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണം. ഇതിപ്പോൾ ഇൻഡിവിജ്വലി ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ഈ ഒരു TD ടാഗിന് ഞാൻ സ്റ്റൈൽ ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ടെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത് എന്താണ്, കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് നെയിം, ഇതേപോലെ ഡിസ്ക്രിപ്ഷൻ, ID അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് നെയിം കൊടുക്കുക. സോ നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ഒരു BR ടാഗ് യൂസ് ചെയ്യുക. ദെൻ ജസ്റ്റ് SKU എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് മാറ്റി കൂട്ടും നമ്മൾ ജസ്റ്റ് ഡമ്മി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. കാർട്ടിൻ്റെ അത് വരുന്നുണ്ടോയെന്ന് ID വരുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ കാർട്ട് അണ്ടർസ്കോർ ഐറ്റം ഡോട്ട് കാർട്ട് ഐറ്റം പ്രൊഡക്റ്റ് ഡോട്ട് ID കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഒരു BR ടാഗ്, ദെൻ കാർട്ട് ID ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രൈസ് ആണ്. സോ പ്രൈസ് കോളൻ കൊടുക്കുക. ഡോളർ സിമ്പിൾ വേണമെങ്കിൽ കൊടുക്കുക, റുപ്പീ സിമ്പിൾ വേണമെങ്കിൽ ജസ്റ്റ് ബ്രൗസറിൽ നിന്ന് എങ്ങാനും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാലും മതി. നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ കൊടുക്കാം. സോ കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് പ്രൈസ് കൊടുക്കുക. പിന്നെ അതേപോലെ BR ടാഗ് കൊടുക്കുക. ദെൻ ക്വാണ്ടിറ്റി കൊടുക്കുക. ആ ഒരു ക്വാണ്ടിറ്റീൻ്റെ കൗണ്ടും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ കാർട്ട് ഐറ്റം ഡോട്ട് കൊടുക്കുക ക്വാണ്ടിറ്റി അതിന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ പ്രൈസ് കാർട്ട് ഐറ്റം ഡോട്ട് കാർട്ട് ഐറ്റത്തിൻ്റെ നെയിം മാത്രം മതി, നമുക്ക് പ്രൈസ് വേണ്ട. എനിക്ക് ആ ഒരു ഐറ്റം ഇത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വേണം എന്നുള്ള രീതിക്ക് നമുക്ക് അവിടെ ക്വാണ്ടിറ്റി നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിൽ സ്റ്റൈലിംഗ് ആഡ് ചെയ്യാൻ പോകുന്നത്, സ്റ്റൈലിംഗ് അല്ല, നമുക്ക് എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നുള്ളത് കൂടി ആഡ് ഓൺ ചെയ്യാം.
സോ ഈ ഒരു ടി ടി ടാഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ദെൻ നെക്സ്റ്റ് ടി ടി ടാഗ് കൊടുക്കുവാണ്. അതിൻ്റെ ഉള്ളിൽ ഡോളർ സിമ്പിൾ, ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൽ നമ്മുടെ ആ ഒരു ടോട്ടൽ ഉണ്ടല്ലോ, കാർട്ട് ഐറ്റം ഡോട്ട് സബ് ടോട്ടൽ കൊടുക്കുക. സബ് ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി കാർട്ട് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി പ്രൊഡക്റ്റിനേക്കാളും സ്റ്റോക്കിലുള്ളതാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. സോ അതിൻ്റെ ഒരു ഇഫ് കണ്ടീഷനും കൂടി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടി ഡിക്ക് ഈ ഒരു ടി ഡിക്ക് ശേഷം ഒരു കണ്ടീഷൻ കൊടുക്കുക, കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ കൊടുക്കുക, ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി ലെസ് ദാൻ എന്താണെന്ന് ചെക്ക് ചെയ്യുക. കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് സ്റ്റോക്ക് കൊടുക്കുക. സോ സ്റ്റോക്കിനേക്കാളും കുറവാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാർട്ട് ഐറ്റത്തിൽ കിടക്കുന്നത് നമ്മുടെ കറൻ്റ്ലി കയ്യിലുള്ള പ്രൊഡക്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അത് അവിടെ ഒരു ഇഷ്യൂ ആയിരിക്കും അല്ലേ. സോ എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ ടി ഡി ടാഗ് കൊടുക്കുക. ദെൻ അതിൻ്റെ ഉള്ളിൽ ഒരു ആങ്കർ ടാഗ് കൊടുക്കുക. എച്ച് റഫിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ പെർസെൻറ്റേജ് സിമ്പിൾ കൊടുക്കുക. ദെൻ സ്പേസ് ഇത് കൊടുക്കുന്നുണ്ട്, URL കൊടുക്കുന്നുണ്ട്. ദെൻ സിംഗിൾ കോട്ട്സിൽ കാർട്ട് കോളൻ നമ്മുടെ ആഡ് കാർട്ട് എന്നുള്ള ഓപ്ഷൻ അവിടെ കൊടുക്കും. ആഡ് കാർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ആഡ് കാർട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം നമ്മൾ കാർട്ട് ഐറ്റത്തിൻ്റെ അതും കൂടി പാസ് ചെയ്യുന്നുണ്ട്. സോ കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ID. ഓക്കെ, സോ ഒരു ഐഡിയും കൂടി നമ്മളവിടെ പാസ് ചെയ്യുന്നുണ്ട് ആങ്കർ ടാഗിൻ്റെ ഉള്ളിലായിട്ട്. ദെൻ നമ്മൾ പ്ലസ് ഐക്കണം മൈനസ് ഐക്കണം ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക റിമൂവ് ചെയ്യാൻ വേണം. സോ അതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. സോ പ്ലസ് ഐക്കണം നമുക്ക് മൈനസ് ഐക്കണം കൂടി നമുക്ക് എന്ത് ചെയ്യണം, കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണ്ടോസ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്ലസ് നിങ്ങൾക്ക് ഇതിന് ഏത് പ്ലസ് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഏത് സിമ്പിളാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു സിമ്പിളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലസ് ഐക്കോണിന്റെ ക്വറി ഒന്ന് കോപ്പി ചെയ്ത് വെക്കാം. ഈ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്യാം. ദെൻ നമുക്കതിൽ ക്ലാസും കൂടി ആഡ് ചെയ്യാം. ഈ ഒരു ആങ്കർ ടാഗിന് ക്ലാസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് എന്തുകൊടുക്കാം, പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റം എന്നൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അണ്ടർസ്കോർ കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യാ, ദെൻ പേസ്റ്റ് ചെയ്യാം. ദെൻ ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യാം. ദെൻ വേണമെങ്കിൽ ഐ ടാഗിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് കീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് കൊടുക്കുക, ഒരു സ്റ്റൈലും കൂടി കൊടുക്കാൻ വേണമെങ്കിൽ കസ്റ്റം ഐക്കൺ എന്ന് പറയുന്ന രീതിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റൈലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓപ്ഷണലാണ് കേട്ടോ, കമ്പൽസറി ഒന്നുമല്ല. ഞാനിപ്പോൾ ആഡ് ചെയ്തതാണ്. ദെൻ ഐ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ
ആംബസാൻഡ് സിമ്പിൾ NBSB സെമിക്കോളൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ നാളെ പിന്നെ നമുക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കുമോ? നാളെ വേണ്ടിയിട്ടല്ലേ? എന്തായിരുന്നു? നാളെ അവൈലബിൾ ആയിരിക്കുമോ ഡൗട്ട് ഉണ്ടെങ്കിൽ? നാളെ പകല് വാട്സപ്പിൽ ചോദിച്ചാലും മതി, ഇഷ്യൂസ് ഒന്നുമില്ല. അതിപ്പോ 2-3 എറർ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. സ്ക്രീൻഷോട്ട് അയച്ചിട്ടാൽ മതി എവിടെ എറർ എന്നുള്ളത് എങ്ങനെയാണെന്നുള്ള അതിന്റെ കറസ്പോണ്ടിങ് ക്വറിയും കൂടി ചേർത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ടാൽ മതി. ചെക്ക് ചെയ്തിട്ട് പറയാമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഒന്ന് സ്റ്റക്ക് ആയിട്ട് പോയിണ്ടായിരുന്നില്ല, അത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പോർഷൻ തേഴ്സ്ഡേ എടുത്ത ഫ്രൈഡേ ഉണ്ടായിരുന്നില്ലല്ലോ. ഫ്രൈഡേ ആരും ജോയിൻ ചെയ്യാത്തിരുന്നതാ. ആ, ഞാനൊരു വർക്കായിട്ട് തിരക്കിലായിട്ട്. അത് എവിടെയാണ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ശരി ശരി ജിറ്റാപ്പിൽ ഞാൻ എന്തെങ്കിലും കുറേ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, ക്രോസ് ചെക്ക് ചെയ്യാനും പറ്റും. ശരി. നെക്സ്റ്റ് ആങ്കർ ടാഗും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. സോ HTML ക്വറീസ് നമുക്ക് ട്രാഷിന്റെ സിമ്പിളും കൂടി ആഡ് ഓൺ ചെയ്യണം. സോ അതിനുള്ളതാണ് ഇപ്പോൾ ആഡ് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ HREFന്റെ ഉള്ളിലൊന്നും കൊടുക്കുന്നില്ല. എന്നൊരു ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സും ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ കറസ്പോണ്ടിങ് ട്രാഷിൻ്റെ ഐക്കണും കൂടി ആ ഒരു സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെടുത്താലും മതി. ഈ ഒരു സൈറ്റ് തന്നെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൈറ്റിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തിടാം. അതൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല കേട്ടോ. ജസ്റ്റ് ട്രാഷിന് സെർച്ച് ചെയ്യുക. ഇഷ്ടംപോലെ ട്രാഷ് ഐക്കൺസ് ഇവിടെ വരും. പെയ്ഡ് എടുക്കണമെങ്കിൽ പെയ്ഡ് എടുക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ പെയ്ഡ് അല്ലാന്ന് തോന്നുന്നു. ആ ഒരു ഐക്കൺ, ആ ഒരു ലിങ്ക് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ടോപ്പിൽ തന്നെ ഇത് ചൂസ് ചെയ്യുവാണ് കേട്ടോ. കുട്ടിച്ചിങ് പേസ്റ്റ് ചെയ്യാം. സോ ട്രാഷിൻ്റെ ഐക്കണും കൂടി പേസ്റ്റ് ചെയ്യുക. ദെൻ ആ ഒരു സെയിം കണ്ടന്റ് തന്നെ. ദെൻ ഫസ്റ്റ് ക്ലാസ്സിന് നമ്മൾ കസ്റ്റം ഈ ആയിരുന്നു കൊടുത്തത്. സോ അത് ഐക്കൺ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഐക്കൺ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. സോ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ എൽസ് കണ്ടീഷൻ നമ്മൾ ഇപ്പോഴും കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം എൽസ് പാർട്ടാണ്. കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എൽസ് വരെ കൊടുത്തിട്ട് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി ഇച്ചിരിയും കൂടി ഉണ്ട് ഇതിൻ്റെ സ്റ്റൈലിങ് വരുന്നത്. ഇത് ഇച്ചിരി ബോറിംഗ് ആണ്, ബട്ട് സ്റ്റിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓക്കെ ആയിക്കോളൂ കേട്ടോ. സോ അത് നെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ HTML എൽസ് പാർട്ട് വരെയാണ് ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ബാക്കി കുറച്ചും കൂടി സ്റ്റൈൽസ് ആഡ് ചെയ്യാനുണ്ട്. സോ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർട്ടിൻ്റെ പോർഷനും ഓൾമോസ്റ്റ് തീരും. ഓക്കെ. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഇടാം, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ദെൻ ജിറ്റ്ഹബിൽ അമലിൻ്റെ ഞാൻ ആഡ് ചെയ്യാം. തസ്നി ജിറ്റ്ഹബിൻ്റെ ആ ഒരു ID അല്ലെങ്കിൽ ആ ഒരു നെയിം എനിക്ക് വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ ഗ്രൂപ്പിലിട്ടാൽ മതി. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമായിരുന്നു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വറീസ് കംപ്ലീറ്റ്ലി. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം.